ഇതാണ്. ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. $19 ഇഞ്ച്, ഈ ഒരു ഭാഗം 19ഉം ഈ ഒരു ഭാഗം 25, 25. അപ്പം 19 or 25. ഓക്കെ. പിന്നെ ഇത് സ്ട്രാപ്പിനുള്ളത് 18 ഇഞ്ച്, 18 ഇഞ്ച് വേണ്ട, 18 ഇഞ്ച് വേണം. പിന്നെ ഇതൊരു 3 ഇഞ്ച് എടുത്ത് 2 പീസ് വേണം കേട്ടോ. അപ്പം ഇത് 2 പീസ് എടുത്തു. പിന്നെ ഇനി ഇതിനെ മടക്കുക, രണ്ടായിട്ട് ഇങ്ങനെ മടക്കുക. ഇവിടെ 3 ഇഞ്ച്, ഇവിടെയും 3 ഇഞ്ച്, 3 ഇഞ്ച്. അപ്പം ഇതൊരു ബോക്സ് പോലെ വരക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഈ പീസ് തന്നെ വെച്ചിട്ട് 4 സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ രണ്ട് പീസ് കട്ട് ചെയ്ത ബാലൻസ് വരുന്ന 2 പീസ് നമുക്ക് ആവശ്യമാണ്. ഇവിടെ സിബില്ല, സിബിൻ്റെ ഈ 2 അറ്റം വെക്കാൻ. ഇത് വലിയ സിബാണ്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റും. ഇപ്പോൾ എത്ര പീസ് വേണ്ടോ അപ്പോൾ അതിൻ്റെ 2 സൈഡ് കൊടുക്കണം ഈ 2 പീസ്. അപ്പോൾ അത് 2 പീസ് നമുക്ക് ആവശ്യമായി. 11 ഇഞ്ച് ലെങ്ത്തേ വേണ്ടു കേട്ടോ. ലെങ്ത്ത് അതായത് ഇത്രയും. ആദ്യം നമുക്ക് ഈ സ്ട്രാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യത്തെ പണി സ്ട്രാപ്പിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. സ്ട്രാപ്പ് ഇനി ഈ പീസ് നമുക്ക് ആദ്യം ഇത് വെച്ച് പിടിപ്പിക്കാം. ഇതിലിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്യാം. പീസും കൂടി ഉണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. ഇവിടെ സ്റ്റിച്ച് കൊടുക്കുക. മുകളിൽ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. അതുപോലെ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. മാർക്ക് കൊടുത്തതിന് ശേഷം അതായത് ഇവിടുന്ന് 3 ഇഞ്ച് ഇവിടെ താഴോട്ടേക്ക് 3.5, 3.5. അതേപോലെ അടിവശം ഈ ഭാഗവും അങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടുന്ന് 3, ഈ എന്തെന്ന് 3, ഇവിടുന്ന് 3.5. ഈ ഭാഗം മാർക്ക് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ മാർക്ക് ഇവിടെയാണ് സ്ട്രാപ്പ് വെക്കേണ്ടത്. ഇനി സ്ട്രാപ്പ് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് കൊടുക്കുക.
സൈഡിലും വെക്കുക. അതിനുശേഷം ഇതിങ്ങനെ ഈ 3.5 വെച്ചില്ല അവിടെ നിന്ന് ഇങ്ങനെ പിടിക്കാം. ഞാൻ കാണിച്ചുതരാം. ഈ 3.5 ഇല്ല അവിടെ വെച്ച് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇതിനനുസരിച്ച് സ്റ്റിച്ച് കൊടുക്കുക. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ തിരിച്ചിടാം. ഇങ്ങനെ വെക്കാം. അതേപോലെ ഈ സൈഡും ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക. അടുത്തത് സിബ് വെക്കുന്നതാണ്. പറയാൻ മറന്നുപോയി. ഇവിടെ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നൂലിരിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പീസ് വെച്ച് കവർ ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതായത് ഒന്നും അറിയാത്തവർക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ പീസ് അവിടെ പീസ് എന്നൊക്കെ. ഇത് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ ലോക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചാൽ മതി. എന്നാലും ഈ നൂലിങ്ങനെ ഇരിഞ്ഞു പോകില്ല. അതായത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കുക. ഫോൾഡ് ചെയ്തിട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം നൂലിരിഞ്ഞു പോകില്ല. എനിക്കിപ്പോൾ ഓവർലോക്ക് മെഷീൻ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തതാണ്, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും, കുറേ പീസെല്ലാം വെച്ച് തയ്ച്ച് പഠിക്കുമ്പോൾ. അപ്പോൾ ആദ്യം തന്നെ അങ്ങനെയൊന്നും ഇല്ലാതെ ചെയ്താൽ മതി. ഇനി ഈ ഒരു ഭാഗം കൂടി നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഈ എൻഡിൽ ഇവിടെ തുറന്ന് വെക്കണേ, അല്ലെങ്കിൽ ഇത് ഫുൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്താൽ നമുക്കിത് തുറക്കാൻ പറ്റൂല.
അതുകൊണ്ട് ആദ്യമേ കുറച്ച് ഭാഗം ഇതിങ്ങനെ തുറന്ന് വെച്ച് കൊടുക്കണം. കുറച്ച് ഭാഗം കേട്ടോ, കുറച്ച് ഭാഗം ഇത് തുറന്ന് വെച്ച് കൊടുക്കണം. അവിടെ ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് ഭാഗം. അല്ലെങ്കിൽ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്താൽ നമുക്കിത് ഫുൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതാദ്യമേ തുറന്നിങ്ങനെ വെച്ച് കൊടുക്കണം, ഓപ്പൺ ആക്കിയിട്ട്. ഇവിടെ ഒരു പീസ് ഇങ്ങനെ കൊടുക്കാം. ഇനി ഇങ്ങനെ പിടിക്കാം. ഇതുപോലെ ഇവിടെയും ചെയ്യാം. ഇവിടെ 4 ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 4 ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്തില്ല, ഇതുപോലെ പീസ് ഇവിടെ ഇങ്ങനെ വെക്കണം. അല്ലെങ്കിൽ നൂല് കണ്ട ഇരിഞ്ഞിരിഞ്ഞ് പോകും. അതിനാണ് ഈ പീസ് ഇങ്ങനെ കവർ ചെയ്യുന്നത് കേട്ടോ. ഇതിങ്ങനെ മടക്കുക, ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക ഉള്ളിലോട്ടേക്ക്. ഇനി ബാക്കിയുള്ള എല്ലാ ഭാഗവും ഈ പീസ് വെച്ച് പിടിപ്പിക്കണം. മനസ്സിലായില്ല? ഇതുപോലെ പീസ് വെച്ച് പിടിപ്പിക്കുക. സ്റ്റിച്ച്
ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഈ ഒരു ഭാഗം ഓപ്പൺ ആക്കി ഇല്ലെങ്കിൽ നമുക്കിത് തുറക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ ആക്കിയിട്ട് ഇത് ഞാൻ സ്പോഞ്ചോ ക്യാൻവാസോ ഒന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസ് വെക്കാം, സ്പോഞ്ച് വെക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒന്നും അറിയാത്തവർക്ക് ഏറ്റവും ഈസി ആയിട്ട് തയ്ച്ച് കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ക്യാൻവാസ് വെക്കുമ്പോൾ കുറച്ചും കൂടി നല്ല നിൽക്കും, പൊങ്ങി നിൽക്കും. അതുപോലെ സ്പോഞ്ച് വെച്ചാലും നല്ല രീതിക്ക് നിൽക്കും. ഇത് സ്പോഞ്ചും ഇല്ല ക്യാൻവാസും ഇല്ലാണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ, ഒളിഞ്ഞ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കും. അതിങ്ങനെ ഇതുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനം ഇടണം, എന്നാൽ മാത്രമേ ഇത് നിൽക്കുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റിച്ച് വേണമെങ്കിൽ സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് വേണമെങ്കിൽ സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ അടിയിലും വേണമെങ്കിൽ ഇങ്ങനെ 4 ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക. ഇതാണ് ബാഗ്. ഇത് തുടക്കക്കാർക്കുള്ള മാത്രമാണ്. ഇത് ഒന്നും അറിയാത്തവർക്ക് ഏറ്റവും ഈസി ആയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തത്, സ്റ്റിച്ച് ചെയ്തത്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം.